നൂറ്റാണ്ടുകളായിട്ട് നിങ്ങൾക്ക് പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത പിതൃപാരമ്പര്യങ്ങളെ തള്ളിക്കളയണം. നിങ്ങളുടെ മതഭക്തികളെ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കണം. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം തള്ളിക്കളഞ്ഞ പൗരോഹിത്യത്തിൽ നിങ്ങൾ രക്ഷ പ്രാപിക്കണം. ഇതെല്ലാം വിട്ടുകളഞ്ഞ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നിനെ നിങ്ങൾ ആരാധിക്കല്ലേ. യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നിനെ ആരാധിക്കല്ലേ. മരിച്ചു പോകുന്ന ഒരു പുരോഹിതനെ നോക്കി ഇനി പിതാവേ എന്ന് വിളിക്കല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പുരോഹിതനെ നോക്കി നിങ്ങൾ പിതാവേ എന്ന് വിളിച്ച ദൈവമാ. യേശു ക്രിസ്തു പറഞ്ഞിട്ടില്ലയോ, ഭൂമിയിൽ നിങ്ങൾ ആരെയും പിതാവെന്ന് വിളിക്കല്ലേ. നിങ്ങൾക്ക് ഒരുവനത്ര പിതാവ് സ്വർഗസ്ഥൻ തന്നെ. എന്നിട്ട് നിങ്ങൾ ഭൂമിയിൽ പാപിയായിട്ട് നരകത്തിലേക്ക് പോകുന്ന ഒരു പുരോഹിതനെ നോക്കി പിതാവേ എന്ന് വിളിച്ചാൽ ദൈവമെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. ദൈവം ഏക പരിശുദ്ധനാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ദൈവമുണ്ട്, എത്ര പിതാക്കന്മാരുണ്ട് പ്രിയപ്പെട്ടവരെ. ഓർത്തു നോക്കുവിന് അധികാരത്തോടെ പറയുകയാണ്, നിങ്ങൾ തല്ലിക്കൊന്നാലും വിഷമൊന്നുമില്ല, നമുക്ക് സ്വർഗത്തിൽ ആ കർത്താവിന്റെ ന്യായ ദിവസത്തിൽ നമുക്ക് വീണ്ടും കണക്ക് തീർക്കാൻ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ എന്റെ ശിരച്ഛേദം നടത്തിയാലും നമുക്ക് അന്ന് കണക്ക് തീർക്കാൻ പ്രിയപ്പെട്ടവരെ. എന്നാൽ നോക്കുവിന് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് രാജാവായിട്ട് വരുന്നുകൊണ്ട് ഒന്നാമത് മാനസാന്തരപ്പെടണം. എല്ലാ പാരമ്പര്യങ്ങളെയും വിട്ടുകളയണം, മതഭക്തി വിട്ടുകളയണം. അതിനുശേഷം നിങ്ങൾ സ്നാനമേൽക്കണം. അയ്യോ, ഈ ഒരു കാര്യം പറയുന്ന ഉപദേശി മറ്റെല്ലാം ഞങ്ങൾ അംഗീകരിച്ചല്ലോ, ഈ സ്നാനം പറഞ്ഞേക്കല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചെങ്കിൽ സ്നാനത്താൽ അല്ലാതെ അവനോട് കൂടെ ചേരാൻ കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. പാപമോചനം സ്നാനത്തില്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ടിട്ട് നിങ്ങളുടെ പാപത്തിന്റെ മോചനത്തിനായിട്ട് വിശ്വസിച്ചിട്ട് വേണം സ്നാനം വെക്കാൻ. ഒരു കൊച്ചു കുഞ്ഞിനെ അപ്പനോ വല്യപ്പനോ കൊണ്ട് പുരോഹിതന്റെ കൈ കൊടുത്താൽ അവന്റെ മേൽ അല്പം വെള്ളം തളിച്ചാൽ അവൻ ഒന്നും അറിയത്തില്ല. ഇന്നും ഒരു രാവിലെ ഒരു മർത്തോമാക്കാരനോട് സംസാരിച്ചു. അവൻ പറഞ്ഞു, പണ്ട് ഞാൻ സ്നാനം വെച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, മാനസാന്തരപ്പെട്ടോ? ഓ, ആരറിയുന്നു, ഞാനിതൊന്നും ഓർമ്മയില്ല. അപ്പം പറഞ്ഞു, അടാ നിന്നെ സ്നാനപ്പെടുത്തിയാണെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ടിട്ട് വേണം സ്നാനം വെക്കാനെന്നാണ് ദൈവവചനം പറയുന്നത്.